അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവും ആക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളിൽ നിന്നും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനുമടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാണ് അഷ്റഫുൽ ഹൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്ത് റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കുക? കാരണം എന്നെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് പോലും കാരണം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് ലൂലാ കലിമ ഹലക്കത്തൽ അഖ്ലാഖ്, നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ മുത്ത് റസൂലിനെ അതിരറ്റ് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മഹ്ശറ വൻസഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വ നബിമാരുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷയാവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് തിരുനബിയോട് അൻസാരികളുടെ നേതാവായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഇന്നും ലോകം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, തിരുദൂതരെ, ആർത്തുലയ്ക്കുന്ന കടലിലേക്കാണ് ഞങ്ങളോട് ചാടാൻ അങ്ങ് ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും അത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു. അത്രമേൽ തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു സ്വഹാബാക്കൾ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ സമയം സ്വഹാബാക്കൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരീതനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. തിരുനബിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബാക്കൾ. പ്രവാചക സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.